ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാനിതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വളരെ 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 പവിത്രമായ രീതിയിൽ എല്ലാ ചാനലുകളിലൊക്കെ വന്ന് വലിയ രീതിയിൽ എല്ലാവരെയും പച്ചവെള്ളം ചവച്ച് കുടിക്കും പോലെ വളരെ പാലിൽ കുടിക്കുന്ന ഒരു കൊച്ചുകുട്ടി പാല് കുടിക്കുന്ന ഒരു മാതൃകയിലൊക്കെ വളരെ വലിയ തോതിൽ ചാനലുകളെല്ലാം എല്ലാവരെയും പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും പറ്റിച്ച ആളാണ് മുരാരി ബാബു. ഇപ്പോഴിതാ നോക്കൂ, അദ്ദേഹം ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. അത് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നയിലെ അവിടുത്തെ ശാഖയിലോ മറ്റോ കരയോഗത്തിലോ മറ്റോ പ്രധാനപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ശബരിമലയിൽ വലിയ രീതിയിലാണ് അദ്ദേഹം ശബരിമല ഭരിച്ചിരുന്നത്. ആ ശബരിമല ഭരിച്ചിരുന്ന അദ്ദേഹത്തിനെ ഇന്നലെ രാത്രി ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹത്തിനെയും കസ്റ്റഡിയിൽ വാങ്ങും. അപ്പോൾ എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നൊന്നായി ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ആദ്യം നെത്തോലിയെ പിടിച്ചു, ഇപ്പോൾ ചെറിയ അടുത്ത മീനിനെ പിടിച്ചു. ഇനി ഏതാണ് അടുത്ത ഘട്ടത്തിലുള്ള മീനുകൾ തുടങ്ങി? സ്രാവ് ആരാണ് എന്നറിയാൻ, വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്നറിയാൻ വലിയ താല്പര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം, സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് വലിയ അറിയാനുള്ള അവകാശമാണുള്ളത്. ആരാണ് ഇതിൻ്റെ വമ്പൻ സ്രാവുകൾ? അതൊരാളാണോ, രണ്ടാളാണോ, ഒരു കാലഘട്ടത്തിലുള്ളതാണോ, അതോ തുടർച്ചയായിട്ടുള്ളതാണോ? എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇതിനകത്ത്, ഇപ്പോഴത്തെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും എല്ലാം വീണു. മുൻ പ്രസിഡൻറ്റ് പത്മകുമാർ കൃത്യമായി വീണ് കിടക്കുകയാണ്. ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് വീണിട്ടുണ്ട്, PS പ്രശാന്ത്. പക്ഷേ ചില അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് കോടതി സമീപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി. എന്തായാലും വളരെ ഗുരുതരമായ വിഷയമാണ് വന്നിരിക്കുന്നത്. അതിനിടയിലാണെന്ന് കേരള കൗമുദി പത്രത്തിൽ ജേക്കബ് തോമസ് എന്ന് പറയുന്ന പഴയ DGP ആയിരുന്ന ജേക്കബ് തോമസ്, വിജിലൻസിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന, ഇപ്പോൾ RSSൽ BJPയിലൊക്കെ പോയി ചേർന്ന ജേക്കബ് തോമസിൻ്റെ ഒരു വലിയ ഇൻ്റർവ്യൂ ഉണ്ട്, അഭിമുഖമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CBI അന്വേഷിക്കണം. കാരണമുണ്ട്, ആ പറയുന്നതിനകത്ത് കാരണമുണ്ട്. ആ പറയുന്നതിനകത്തൊരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റിനകത്ത് മാത്രം നിൽക്കുന്നൊരു വിഷയമാണെങ്കിലാണ് ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ പരിശോധിച്ച് ഇത് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് 3-4 സംസ്ഥാനങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. തമിഴ്നാട് പോയിട്ടുണ്ട്, കർണാടക പോയിട്ടുണ്ട്, ആന്ധ്ര പോയിട്ടുണ്ട്. 4 സംസ്ഥാനം കടന്നു എന്ന് മാത്രമല്ല, ഈ സ്വർണം ഉരുക്കി വിദേശത്ത് പോയിട്ടുണ്ടോ? അത് കാരണം ഇത് ദേവൻ്റെ സ്വർണമായതുകൊണ്ട് ഇത് വാങ്ങാൻ, വലിയ പണം കൊടുത്ത് വാങ്ങാൻ ആളുണ്ട്. ശബരിമലയിൽ പാളിയായി വച്ചിരുന്ന അല്ലെങ്കിൽ ദ്വാരപാല വിഗ്രഹത്തിലിരുന്ന സ്വർണമെന്ന് പറയുമ്പോൾ അതിന് വലിയ ദിവ്യത്വമുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അത് വാങ്ങാൻ ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റുപോയി. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് വിറ്റുപോയിട്ടുണ്ടോ എന്നുള്ള സംശയവും വിദേശ മലയാളികൾക്കും NRI മലയാളികൾക്കും ഈ സ്വർണം കൊടുത്തിട്ടുണ്ടോ, ചെറിയ പീസാക്കി, അല്ലെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് CBIയിൽ നിൽക്കത്തില്ല, ഇൻ്റർപോളിലേക്ക് വരെ പോകേണ്ടി വരും. അപ്പോൾ എത്ര ആഴത്തിലും എത്ര പരപ്പിലും എത്ര വിശാലവുമായ ഒരു കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. ദേവൻ്റെ സ്വർണ്ണമെടുക്കുക, അതിങ്ങനെ ഉരുക്കുക, ആദ്യം അത് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുക, അങ്ങനെ ഫയലുണ്ടാക്കുക. അതിലൊക്കെയാണ് ഈ മുരാരി ബാബുവിനൊക്കെ പങ്ക്. അതിനുശേഷം അതിനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോവുക, അത് പൊടിക്കുക, ആ പൊടിച്ച് സ്വർണ്ണമെടുത്ത് അതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ലോകം മുഴുവൻ കൊണ്ടു നടന്ന് കൊടുക്കുന്ന വലിയ ഒരു വൻ റാക്കറ്റ്, ഒരു ഹിമാലയൻ റാക്കറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുരാരി ബാബു. ഇനിയും ഒരുപാട് കണ്ണികളുണ്ട് അറസ്റ്റ് ചെയ്യാൻ. അതെല്ലാം അടുത്തടുത്ത ദിവസങ്ങൾ അറസ്റ്റ് ചെയ്യുമോ, അതോ CBI തന്നെ വരേണ്ടതുണ്ടോ? ഇതിനിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു കത്ത് അമിത്ഷായ്ക്ക് കൊടുത്തിട്ടുള്ളത്, CAG ഇത് ഓഡിറ്റ് ചെയ്യണം, കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ. കാരണം ദേവസ്വം ബോർഡിൽ അങ്ങനെ ഒരു ഓഡിറ്റ് ഇല്ലല്ലോ. പക്ഷേ കൺട്രോളർ ഓഫ് ഓഡിറ്റർ ആൻഡ് ജനറൽ CAG ഇത് ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കേന്ദ്ര CBI വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയും കത്ത് കൊടുത്തിട്ടുണ്ട്, അമിത്ഷായ്ക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വലിയ തോതിലാണ് ഇതിൻ്റെ മാനം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കുരുക്കഴിയുന്നത്. അതോടൊപ്പം തന്നെ കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാമതൊരു കേസ് കൂടി എടുത്തുകൊണ്ട് ആ കേസിനെയും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു കുരുക്കാണ് ഭരണകക്ഷിയെ സംബന്ധിച്ചുള്ള വന്നിട്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷവും BJPയും എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ മുതലാക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ശബരിമല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വിഷയം വന്നപ്പോൾ BJP നന്നായി ബഹളം ഉണ്ടാക്കി. പക്ഷേ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അതിൻ്റെ മുഴുവൻ ബെനിഫിറ്റും കിട്ടിയത് UDFനാണ്. LDFന് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കലായി ആർക്കാണിത് നഷ്ടമുണ്ടാവുക, ലാഭം ഉണ്ടാവുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, അനന്ത സുബ്രഹ്മണ്യത്തിനെ ചോദ്യം ചെയ്ത് വിട്ടു, ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ട കോടതിയിലാണ് ഈ
ഈ വിധിയെല്ലാം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നതും ഇതിൻ്റെ വാദമെല്ലാം കേട്ടതും. അപ്പോൾ ഇനി വൻപൻ സ്രാവുകൾ ഉണ്ട് എന്നും അവരുടെ പിന്തുണ ഉണ്ട് എന്നുമാണ് വളരെ കൃത്യമായി കോടതി തന്നെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണല്ലോ രണ്ടാമതൊരു കേസ് കൂടെ എടുത്ത് പുതിയ ആളുകളെ, കക്ഷികളെ, ദേവസ്വം സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഒക്കെ കക്ഷി ചേർത്തുകൊണ്ടുള്ള രണ്ടാമത്തെ കേസ് കൂടി എടുക്കാനുള്ള പ്രധാന കാരണം ഇത് കൃത്യമായി ഇതിനകത്ത് ഒരുപാട് ഗൂഢാലോചനയും ഒരുപാട് കുത്തിത്തിരിപ്പും ഉണ്ടായിട്ടുണ്ട്. ഗൂഢാലോചന വളരെ വലിയ ഗൂഢാലോചനയാണ്. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാവർക്കും അതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ട്. സ്ത്രീയെന്നോ പുരുഷനെന്നോ കണക്കാക്കാതെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും, ഒരുപാട് പൊളിറ്റിക്കൽ ലീഡർമാർക്കും, പിന്നെ പുറത്തു നിന്ന് ഒരുപാട് പേർക്കും ഈ സ്വർണത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ള രീതിയിൽ തർക്കമില്ല. എന്തായാലും SIT കൊണ്ട് ഇത് നിൽക്കാൻ സാധ്യത കുറവാണ്. കാരണം 3-4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. 3-4 സ്റ്റേറ്റിലെ ജുവലറികൾ ഇതിനകത്തുണ്ട്, വ്യക്തികളുണ്ട്, പിന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ട് ചെന്നൈയിലെ, അതുപോലെ തന്നെ നമ്മുടെ കൽപേഷ് എന്ന് പറയുന്ന ആളുണ്ട്, ഹൈദരാബാദിലെ നാഗേഷ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ബാംഗ്ലൂരിലെ കമ്പനിയുണ്ട്, പിന്നെ തമിഴ്നാടുണ്ട്, ബാംഗ്ലൂരുണ്ട്, ആന്ധ്രയുണ്ട്, കേരളമുണ്ട്. അപ്പോൾ 4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് വളരെ കൃത്യമായി വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു അന്തർ സംസ്ഥാന കേസ് എന്നുള്ള നിലയിൽ ഇത് CBI അന്വേഷിക്കണം. പിന്നൊരു കാര്യം കൂടി പിന്നെ പറയുന്നത്, മുഖ്യമന്ത്രി ഇതിനകത്ത്, താങ്കൾക്ക് ഇതിനകത്ത് യാതൊരു പിന്നെ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ, ഇത് സത്യസന്ധമായി പുറത്തു വരണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരോ ഇതിനകത്ത് ഒരു പൈസയും എടുത്തിട്ടില്ലെങ്കിൽ, ഒരു സ്വർണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിക്ക് എഴുതുകയോ കേന്ദ്രത്തിന് എഴുതുകയോ ചെയ്തുകൊണ്ടത് CBIക്ക് വിടണം. കാരണം CBI ഇത് അന്വേഷിക്കട്ടെ. വളരെ കൃത്യമായി ശബരിമല അയ്യപ്പൻ്റെ വിഷയമാണല്ലോ, അതിലൊരു അഗ്നിശക്തി വരുത്തട്ടെ. അങ്ങനെ അഗ്നിശക്തി വരുത്തുമ്പോൾ ഗവൺമെൻറ്റിനാണ് അത് പത്തരമാറ്റിലേക്ക് ഗവൺമെൻറ് ഉയരും. കാരണം ഗവൺമെൻറ്റിന് ഒന്നും മറയ്ക്കാനില്ല, ആരെയും രക്ഷിക്കാനില്ല. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എല്ലാം ആരായാലും, ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം എന്താണ് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ വളരെ വലിയ തീരുമാനമായിരിക്കും. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഈ ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും വളരെ വലിയൊരു തീരുമാനമായിരിക്കും. ഇത് CBIക്ക് വിട്ടുകൊണ്ട് 5-6 മാസത്തിനകത്ത് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് കറങ്ങി വീണ്ടും വീണ്ടും ഒരു തീഗോളമായി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇത് നിൽക്കും, പിണറായിയുടെ മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇത് നിൽക്കും എന്നുള്ളത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഇത് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ചിലപ്പോൾ CBIയെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഈ സ്വർണം വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർപോളിൻ്റെ സഹായവും വേണ്ടി വന്നേക്കാം. അങ്ങനെ വേണ്ടി വരേണ്ട ഒരു കേസിലാണ് നമ്മളിപ്പോൾ SITയിൽ നിൽക്കുന്നു. എന്തായാലും കോടതി SITയൊക്കെ വച്ചത് കൊണ്ട് കുറേയധികം കാര്യങ്ങൾ സീരിയസ് ആയി നടക്കും. സർക്കാരല്ലല്ലോ പരിമിതി. പക്ഷേ എന്നാലും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, കേരള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് അത് അന്വേഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് CBI ഏൽപ്പിക്കണം. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി, അടുത്ത പിന്നെ അനന്ത സുബ്രഹ്മണ്യത്തിലെത്തി, അവിടെ നിന്ന് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇനിയെല്ലാം ഒന്നൊന്നായി കണ്ണികളായി പുറത്തു വരും. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാം അയ്യൻ തന്നെ തീർക്കട്ടെ. ഇതിനിടയിൽ അവിടെ ജോലിയുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ, IPSകാർ, IASകാർ, ഒരുപാട് പേരുടെ പേരുകൾ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരം വാർത്തകളും പിന്നെ ചാനലുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആരാണ്, എന്താണ്, എവിടെയാണ് കുഴപ്പം സംഭവിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. കാരണം ഇതൊരു വലിയ കൊള്ളയാണ്, ചെറിയ കൊള്ളയല്ല. ഒരു ഏറ്റവും വലിയ, കേരളത്തിലെ, ഇന്ത്യയിലെ, ഭാരതത്തിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രത്തിൽ നടന്ന അതിഭയാനകരമായ ഒരു കൊള്ളയാണ്. അതിൽ ഇപ്പോൾ ഒന്നൊന്നായി അറസ്റ്റ് വരുന്നു. ബാക്കിയുള്ളവരെ കൂടി പിടിക്കുമെന്നും ഈ കേസ് നീതിപൂർവം എല്ലാ കള്ളന്മാരെയും പുറത്തു കൊണ്ടുവരുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.